നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് 2 ഘട്ടമായി നടത്തും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 9-നും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 11-നും വോട്ടെടുപ്പ്. തുണിക്കടയിൽ നിന്നും തുണിത്തരങ്ങൾ വാങ്ങി പണം നൽകാതെ കടന്നുകളഞ്ഞ സംഭവത്തിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതി അറസ്റ്റിൽ. മതിലകം കൂലിമുട്ടം തോട്ടുങ്ങൽ സ്വദേശി ആലിപ്പറമ്പിൽ വീട്ടിൽ അൽത്താഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാർ യാത്രികരായ കുടുംബം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി നടത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 9-നും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 11-നും വോട്ടെടുപ്പ് നടത്തും. സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിൽ ഡിസംബർ 9-നും തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ 11-നും വോട്ടെടുപ്പ് നടത്തും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട തീയതി നവംബർ 25-നാണ്. സൂക്ഷ്മ പരിശോധന നവംബർ 22-നും നിശ്ചയിച്ചു. മാതൃക പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്ത് നിലവിൽ വന്നു. 2 ഘട്ടമായിട്ടാണ് ഇത്തവണ പോളിംഗ് നടത്തുന്നത്. കഴിഞ്ഞ തവണ അത് 3 ഘട്ടമായിരുന്നു. അത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 3 ഘട്ടമായിരുന്നു. ഇത്തവണ 2 ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 7 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. ഡിസംബർ 9-നും ഡിസംബർ 11-നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി 2025 ഡിസംബർ 18-ആണ്. 1200 തദ്ദേശ സ്ഥാപനങ്ങളിലായി 23,576 വാർഡുകളാണ് ഇക്കുറിയുള്ളത്. ഡിസംബർ 21-ന് മുൻപ് തദ്ദേശ ഭരണ സമിതികൾ ചുമതല ഏറ്റെടുക്കണം. സംവരണ മണ്ഡലങ്ങളുടെ വിജ്ഞാപനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. തുണിക്കടയിൽ നിന്നും തുണിത്തരങ്ങൾ വാങ്ങി പണം നൽകാതെ കടന്നുകളഞ്ഞ സംഭവത്തിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതി അറസ്റ്റിൽ. മതിലകം കൂളിമുട്ടം തോട്ടുങ്ങൽ സ്വദേശി ആലിപ്പറമ്പിൽ വീട്ടിൽ അൽത്താഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒക്ടോബർ 24-ന് ഉച്ചയ്ക്ക് എടവിലങ്ങ് നടവരമ്പ് സെന്ററിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും 3400 രൂപയുടെ തുണിത്തരങ്ങൾ വാങ്ങി പണം നൽകാതെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് അറസ്റ്റ്. കടയിൽ വന്ന പ്രതി 2 ജീൻസും 3 ടീഷർട്ടുകളുമാണ് വാങ്ങിയത്. തുടർന്ന് പണം അടയ്ക്കുന്നതിനായി കടയിലെ ജീവനക്കാരന്റെ ഫോൺ നമ്പർ വാങ്ങുകയും ഗൂഗിൾ പേ വഴി പണം അയക്കുന്നതായി അഭിനയിക്കുകയും പണം അയച്ചതിന്റെ സിംബൽ ജീവനക്കാരന് കാണിച്ചു കൊടുത്ത് സ്ഥലത്ത് നിന്ന് പോവുകയായിരുന്നു. സാങ്കേതിക തകരാർ കാരണമാകും പണം അക്കൗണ്ടിൽ കയറിയതിന്റെ മെസ്സേജ് വരാത്തതെന്നാണ് ജീവനക്കാരൻ കരുതിയത്. കുറച്ചു സമയം കഴിഞ്ഞിട്ടും പണം കയറാതായപ്പോൾ കടയുടമയായ എടവിലങ്ങ് സ്വദേശി ചെട്ടിശ്ശേരി വീട്ടിൽ നെഹമത്തുള്ളയെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പണം അയച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് നെഹമത്തുള്ള പരാതി നൽകുകയായിരുന്നു. അൽത്താഫ് മതിലകം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളും മതിലകം, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, നെടുമുഴ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 കവർച്ച കേസുകളിലും 3 മോഷണ കേസുകളിലും മയക്കുമരുന്ന് ഉപയോഗിച്ച 1 കേസിലും കുറ്റകൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത 2 കേസുകളിലടക്കം 8 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർമാരായ സാലിം K, സജിൽ KG, സിവിൽ പോലീസ് ഓഫീസർ ധനേഷ്, അബീഷ് ഇബ്രാഹിം എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും കാട്ടാന ആക്രമണം.
കാർ യാത്രികരായ കുടുംബം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ആനക്കയം ഭാഗത്ത് കാട്ടാനയെ കണ്ട് കാർ നിർത്തിയ യാത്രക്കാർക്ക് നേരെ മറ്റൊരു ആന പാഞ്ഞടുക്കുകയായിരുന്നു. കാറിന് നേരെ ഓടിയെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ആന പിന്നീട് വനത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. ആര് വാഴണമെന്നും വീഴണമെന്നും തീരുമാനിക്കുന്നതിൽ സഭയ്ക്കും പങ്കുണ്ടെന്നും മതപരിവർത്തനം ആരോപിച്ച് തങ്ങളെ പീഡിപ്പിക്കുന്നവർ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. തൃശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ ആൻഡ്രൂസ് താഴത്ത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ JB കോശി കമ്മീഷനെ നിയോഗിച്ചു. പക്ഷേ ആ റിപ്പോർട്ട് ഇപ്പോൾ എവിടെയാണെന്നും ആൻഡ്രൂസ് താഴത്ത് ചോദിച്ചു. ഞാൻ തന്നെ പ്രധാനമന്ത്രിയോട് പരസ്യമായി തന്നെ പറഞ്ഞതുപോലെ നമുക്ക് പ്രധാനപ്പെട്ടത് നമ്മുടെ ഭരണഘടനയാണ്. ഈ ഭരണഘടനയും മതസ്വാതന്ത്ര്യമാണ് ഇവിടെ ഹരിക്കപ്പെടുന്നത്. ഏതൊരു മതവിശ്വാസവും സ്വീകരിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനയ്ക്കെതിരായുള്ള പ്രവർത്തനങ്ങളാണവ. നിർബന്ധിത പ്രിയപ്പെട്ടവരെ, പ്രധാനമന്ത്രിയുടെ മുമ്പിൽ തന്നെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രൈസ്തവര് നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരാണ്. അങ്ങനെ അതുകൊണ്ട് ഇവിടെ സർക്കാരിന്റെ വല്ല പ്രതിനിധികളും ഉണ്ടെങ്കിൽ ഒരൊറ്റ അപേക്ഷ, എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പെങ്കിലും ഈ അധ്യാപക നിയമനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അധ്യാപകരെ നിയമിക്കണമെന്ന് ഈ ജാഗ്രതാ സദസ്സ് ശക്തമായി അപേക്ഷിക്കുകയാണ്. 288 ശുപാർശകൾ ഈ കമ്മീഷൻ നൽകി. റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവിടാത്തതും ശുപാർശകൾ നടപ്പാക്കാത്തതും സർക്കാർ കാട്ടുന്ന അവഗണനയാണ്. നിയമനിർമ്മാണ സഭകളുടെ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ എല്ലാവരും വിവേകത്തോടെ പെരുമാറണം. സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണത്തിലും മാർ ആൻഡ്രൂസ് താഴത്ത് നിലപാട് വ്യക്തമാക്കി. മാള വികസന സമിതിയുടെ നേതൃത്വത്തിൽ MSV കപ്പ് ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ് അധ്യക്ഷത വഹിച്ചു. വികസന സമിതി കൺവീനർ സജി പോൾസൺ, കൺവീനർ റോബി ജോസ്, സുരേഷ് കുമാർ TS, ജോയിന്റ് കൺവീനർ റഫീഖ് ബാബു എന്നിവർ സംസാരിച്ചു. LP വിഭാഗത്തിൽ 18 ടീമുകളും UP വിഭാഗത്തിൽ 16 ടീമുകളും മത്സരത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് 2 ഘട്ടമായി നടത്തും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 9-നും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 11-നും വോട്ടെടുപ്പ്. തുണിക്കടയിൽ നിന്നും തുണിത്തരങ്ങൾ വാങ്ങി പണം നൽകാതെ കടന്നുകളഞ്ഞ സംഭവത്തിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതി അറസ്റ്റിൽ. മതിലകം കൂളിമുട്ടം തോട്ടുങ്ങൽ സ്വദേശി ആലിപ്പറമ്പിൽ വീട്ടിൽ അൽത്താഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാർ യാത്രികരായ കുടുംബം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.